ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു കെയോ. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും മല്ലു കെയിലോട്ട് സ്വാഗതം. ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരിക്കും ഗായ്സ്. എനിക്ക് സമയമില്ല, എന്നാലൊരു ഷോർട്ട് എടുക്കണം. UFC ഖത്തറിനെ പറ്റി 3 ഡിസ്റ്റൻസേ ചെയ്യുന്നുള്ളൂ, 3 ഫൈറ്റ്. അപ്പോൾ പിന്നെ ഒന്നുകൂടി എല്ലാവരും പറഞ്ഞു തന്നു. ഈ കഴിഞ്ഞ ആഴ്ച നല്ലോണം ആൾക്കാരുടെ വ്യൂസും സപ്പോർട്ടും ഉണ്ടായി. അത് ഇസ്ലാം ഹാച്ചഫ് എഫക്റ്റ് ആയിരിക്കാം, അതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമുക്കറിയാമല്ലോ, കേരള MMA കമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്. അപ്പം MMA കമ്മ്യൂണിറ്റി കേരളയിൽ വളരാനും, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ പൊളിഷ്യൻസ് ഒന്നും ഇഷ്ടമല്ലെങ്കിലും കേരള MMA കമ്മ്യൂണിറ്റി കൊണ്ടത് ലൈക്കും പറ്റുമെങ്കിൽ ഒരു കമൻറ്റും ചെയ്യും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്ത പറയാനുള്ളത് 3 ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ സാറൂഖ്യൻ വീസസ് ഹുക്കർ, ബലാൽ മുഹമ്മദ് വീസസ് ഇയൻ മച്ചിഡോ ഗ്യാരി, മച്ചിഡോ അല്ല ഇയൻ ഗ്യാരി. അപ്പോൾ പിന്നെ നമ്മുടെ ഇലിയ ടുപ്പൂറിയുടെ അല്ലെങ്കിൽ അലക്സാണ്ടർ ടുപ്പൂറിയുടെ ഒരു ഫൈറ്റും. ആ ഫൈറ്റ് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ സാറൂഖ്യൻ വീസസ് ഹുക്കറിലോട്ട് കിടക്കാം. ഗൈസ്, പറയുമ്പോൾ എന്തായാലും ഓൺ പേപ്പർ, ആൻ്റണി സ്മിത്തിൻ്റെ റെഫറൻസ് അല്ല, ഓൺ പേപ്പർ ഷാറുഖിൻ ജയിക്കണം. കാരണം നമുക്കറിയാമല്ല, ഈ ഫൈറ്റ് ഷാറുഖിനൊരു റിഡംഷൻ ഫൈറ്റാണ്. കാരണം ഷാറുഖിനെ ടൈറ്റിൽ ഷോട്ട്, ഷാറുഖിനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇടിയായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതൊന്നുകൂടി അൺഡിനയബിൾ ആക്കി കൊടുക്കും. അൺഡിനയബിൾ ഒരു നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു കാര്യം ഷാറുഖിന് അത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ എം ഗോണ മേക്ക് ഇറ്റ് ലുക്ക് ഈസി. ഗൈസ്, ഒരു എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററായ ഹുക്കർ, നിങ്ങൾക്കറിയാലോ ഡസ്റ്റിൻ ബോറിനായിട്ടുള്ള ഫൈറ്റിൽ ഹുക്കറിൻ്റെ സ്ട്രൈക്കിംഗ് കണ്ട് ഡസ്റ്റിൻ ബോർ ഒരു ഇമ്പ്രസ് ആയിപ്പോയി. ആ ഒരാളെ ഇത്ര ഈസി ആയിട്ട് കാണാം. കാരണം പ്രത്യേകിച്ച് ഷാറുഖിൻ്റെ സിമിലർ സ്റ്റൈലുള്ള ഗ്യാം റോട്ടിനെ തോപ്പിച്ച ആളാണ് ഹുക്കർ. ടേക്ക് ഡൗണൊക്കെ കുറച്ച് സ്റ്റഫ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഷാറുഖ്യൻ പറയണതെന്ന് മനസ്സിലാവണില്ല. പക്ഷേ ഷാറുഖ്യനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഹീ ഷുഡ് ബി. കാരണം ഹുക്കർ പ്രിഡോമിനൻ്റ്ലി ഒരു സ്ട്രൈക്കറാണ്. ഷാറുഖ്യൻ ചെയിൻ റെസ്ലിംഗ് ഉള്ള ഒരു ഗ്രാപ്ലറാണ്, അത്യാവശ്യം ബോക്സിംഗും ഉണ്ട്. പക്ഷേ കിക്കിംഗ് റേഞ്ചിലാണ് ഈ ഫൈറ്റ്, ഡിസ്റ്റൻസിലാണ് നിൽക്കണമെങ്കിൽ ഷാറുഖിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കും. കാരണം ഹുക്കർ ബോക്സറാണ്, കിക്കും ചെയ്യും, അത്യാവശ്യം പഞ്ചും ചെയ്യും. ഷാറുഖിന് ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യുക, ഡാമേജ് എടുക്കാണ്ട് ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ടേക്ക് ഡൗൺ ഇനിഷ്യേറ്റ് ചെയ്യുക. അറിയാമല്ലോ ഗൈസ്, റൗണ്ട് തുടങ്ങി പകുതി ആകുമ്പോൾ ടേക്ക് ഡൗൺ ചെയ്തിട്ട് ബാക്കി പകുതിയും ഷാറുഖിനാണ് ടോപ്പിൽ നിൽക്കണം. പിന്നെ ഷാറുഖിന് ബ്രൂട്ടൽ എൽബോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ജഡ്ജസിൻ്റെ മുമ്പിൽ ഷാറുഖ്യൻ വിൽ വിൻ ദ റൗണ്ട്. അപ്പം അതിൽ വേറെ സംശയം എന്നുള്ള കാര്യമില്ല. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ഷാറുഖ്യൻ ജയിക്കാനാണ് എല്ലാ ഇതും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഹുക്കർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഗ്യാം മൂഡ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഷാറുഖിനെ ഡാമേജ് എടുക്കാൻ ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യുക, ടേക്ക് ഡൗൺ ഇനിഷ്യേറ്റ് ചെയ്യുക, ഡു വാട്ട് ഷാറുഖ്യൻ ഡു ബെസ്റ്റ്. അത് ചെയ്താലാണ് ബെസ്റ്റ് പാത്ത് ഫോർ വിക്ടറി. പക്ഷേ ഹുക്കർ മാറിയിട്ടോ, ഹുക്കർ എങ്ങാണ്ട് ഒരു 2 ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഹുക്കറിന് അറിയാൻ എന്ത് ചെയ്യാനാണ് ഷാറുഖ്യൻ വരുന്നതെന്ന്. ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഹുക്കറിന് കയറി കഴിഞ്ഞാൽ കളി കടുപ്പിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, MMA നല്ലതും എനിക്ക് പേഴ്സണലി ഷാറുഖ് ജയിക്കണം. കാരണം ഇലിയായിട്ട് ഒരു മെഗാ ഫൈറ്റ് വരും. പിന്നെ ഷാറുഖിന് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ജാനുവരിയിൽ ഡാമേജ് കിട്ടാണ്ട് ജയിക്കുന്ന പുള്ളി പറയണം. ജാനുവരിയിൽ റെഡിയാണ് ഇലിയായിട്ട്. അപ്പോൾ ഇലിയയുടെ ഒരു പാരാമൗണ്ട് ബിഗിനിങ് കാർഡ്, ഡെബ്യൂട്ട് കാർഡ് ഇലിയയുടെ വെക്കാൻ സാധ്യത ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ. പാഡിയാണ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ലെൻസിൽ. പക്ഷേ ഷാറുഖിന് ഇപ്പോൾ ഒരു അൺഡിനയബിൾ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷാറുഖിൻ്റെ ടെൻഷോട് കിട്ടും. ഷാറുഖ് ജയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 60-40. ഞാൻ പറഞ്ഞില്ലേ, സീരിയസ് ആയിട്ട് ഹുക്കറിനെ എടുക്കണം കേട്ടോ. സീരിയസ് ആയിട്ട് വൃത്തിയെ പൊണ്ണായിട്ട് കാണണം. ഡസ്റ്റിൻ ബോറിനെ ഫൈറ്റ് ചെയ്ത് ഹുക്കറിനെ അതേപോലെ കാണണം. ഇസ്ലാം ഹാച്ചഫ് ഹുക്കറിനെ പെട്ടെന്ന് തോപ്പിച്ചെന്ന് പറഞ്ഞു, അത് ഷോർട്ട് നോട്ടീസ് ഫൈറ്റാണ്, പെട്ടെന്ന് തോപ്പിച്ചെന്ന് പറഞ്ഞാൽ അതേപോലത്തെ എനിക്ക് ഇസ്ലാമായിട്ട് എനിക്കും പറ്റുമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പണി പാളും. പിന്നെ അടുത്ത ഫൈറ്റ് യൻഗാരി വീസസ്, അയ്യോ അപ്പോണതിൻ്റെ പേര് മറന്നുപോയി. എത്ര കൊടുത്തിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അവ എന്നാലും ഇപ്പം യൻഗാരിയുടെ ഫൈറ്റ് ഓർമ്മ വന്നിട്ടാവും, ബലാൽ മുഹമ്മദ്. അപ്പോൾ കുറച്ച് വലിപ്പായി പോയല്ലേ. അപ്പോൾ ബലാൽ മുഹമ്മദ് വീസസ് ഇയൻ മച്ചിഡോ ഗ്യാരി. അപ്പോൾ ഈ ഫൈറ്റ് എന്താണ് പറയാനുള്ളത്? ഈ ഫൈറ്റ് ഗൈസ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മെയിൻ ഇവന്റിനും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഈ ഫൈറ്റാണ്. കാരണം ഇത് രണ്ടുപേരുടെ അപ്പോണൻറ്റും സ്കിൽ ലെവൽസ് കുറച്ചുകൂടി ഈവൻലി മാച്ച്ഡാണ്. അപ്പോൾ മച്ചിഡോ ഗ്യാരി എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ ഒരു പക്കാ ഡിസ്റ്റൻസ് മാനേജിങ് കിക്ക് ബോക്സറാണ്. അടിപൊളി കരാട്ടെ ബേസുള്ള ആളാണ്. ഏറിയല്ല ഇയൻഗാരി റേഞ്ചിൽ നിൽക്കണായിരിക്കും, അടുത്തോട്ട് വരും, 2 പഞ്ച് ലാൻഡ് ചെയ്യും, ഇയൻഗാരി അവേ പോവും. അതാണ് ഇയൻഗാരിയുടെ പ്രിഡോമിനൻറ്റ് ഫൈറ്റ് ശൈലി. അത് മാത്രമല്ല
അത്യാവശ്യം ടേക്ക് ഡൗൺ ഡിഫൻസും ഉള്ള ഒരാളാണ്. അങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ ഒന്നും ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളതല്ല. പിന്നെ പ്രൈഡ്സ് ആയിട്ടുള്ള ഫൈറ്റിൽ അറിയാലോ, ലാസ്റ്റ് റൗണ്ടിന് മുമ്പിലുള്ള എല്ലാ റൗണ്ടും ഇയൻ ഗാരി ജയിച്ച്. പിന്നെ അവസാനത്തെ റൗണ്ടാണ് പ്രൈഡ്സ്. എനിക്ക് തോന്നുന്നു മൊയ്ത്തെ ഫൈറ്റേഴ്സ് അങ്ങനെയാണല്ലോ. മൊയ്ത്തെ ഫൈറ്റേഴ്സ് പൊതുവേ തുടങ്ങാൻ നേരത്ത് പതിയെ തുടങ്ങുള്ളൂ. ലൈക്ക് ഭയങ്കര പതിയെ അവര് ചെയ്യാറുള്ളൂ. ഫൈറ്റിൻ്റെ കൂടുന്നതോടെ ചൂടായി വരുന്നവരിത്. അപ്പോൾ ആ ഒരു ഗെയിം പ്ലാൻ കുറവാണ് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇയൻ ഗാരി പ്രാറ്റ്സിനെ ഷട്ട് ഡൗൺ ചെയ്യരുത്. അപ്പോൾ നല്ലൊരു കഴിവുള്ള പ്രാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സായി വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല കഴിവുള്ള പ്രാറ്റ്സിനെ ഷട്ട് ഡൗൺ ചെയ്തെങ്കിൽ ഇയൻ ഗാരിയുടെ സ്ട്രൈക്കിംഗ് ലെവൽസ് നമുക്ക് ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ തിരിച്ചു വരുമ്പോൾ ബലാൽ അറിയാലോ, ബലാൽ പാത്ത് ഇത്ര റെസ്ലിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ബലാൽ ഇപ്പോൾ റെസ്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ കനേലോ ഹാൻസ് എന്ന് പുള്ളി പറഞ്ഞു ഒന്നാണ്. ലിയോണായിട്ടുള്ള ഫൈറ്റും നമ്മുടെ ഞാൻ കണ്ണ് വെച്ച് ഇല്ലാണ്ടാക്കിയ സീൻബേയുടെ ഫൈറ്റും കണ്ടാൽ മനസ്സിലാവും. ബലാലിനെ അത്യാവശ്യം ബോക്സിങ് പോലെ ഒരു പ്രഷർ ഫൈറ്ററായിട്ട് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ബോക്സിങ് നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ ബോക്സർ ലെവലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞ ലിയോൺ ഔട്ട് പീസ് ചെയ്തതും ഷീൻബേയുടെയും ഫൈറ്റാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം സ്ട്രൈക്കിങ് കയറി വരുന്നുണ്ട്. അപ്പം ഇപ്പം സ്ട്രൈക്കിംഗ് സെറ്റ് ചെയ്ത് റെസ്ലിങ്ങിലോട്ട് പോകാനുള്ള നല്ലൊരു സ്കിൽ ലെവൽസ് പുള്ളിക്കുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇൻഗാരി ഇത്തിരി ടു ഫാസ്റ്റ് ഫോർ ബലാലിൻ്റെ എനിക്ക് തോന്നുന്നത്. കാരണം ബലാലിൻ്റെ സ്പീഡ് ഇൻഗാരിയുടെ സ്പീഡും എനിക്കറിയാം. പിന്നെ മാത്രമല്ല ബലാൽ ഈ ഫൈറ്റ് ചെയ്യിച്ചാൽ വാട്ട്സ് നെക്സ്റ്റ്. കാരണം ഇസ്ലാമും ബലാൽ ഫൈറ്റ് ഇസ്ലാമിനെ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബലാലിന് ഉടനെ ടൈറ്റിൽ ഷോട്ട് കൊടുക്കാൻ UFC എക്സൈറ്റഡ് ആയിരിക്കില്ല. കാരണം അറിയാമല്ലോ, UFCയുടെ മാർക്കറ്റബിൾ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള അത്ര സ്റ്റാർ വാല്യൂ ഉള്ള കൊടുക്കത്ത ആളൊന്നുമല്ല. ഇപ്പം നല്ല സ്റ്റോക്കിംഗ് ഇപ്പം ഈ ഇൻക്രീസായി വന്നിട്ടുണ്ടെങ്കിൽ ബലാൽ കുറച്ചുകൂടി ലൈക്കബിൾ ആയെങ്കിലും UFC പെട്ടെന്ന് കൊടുക്കാവുന്ന ഒരാളല്ല. പക്ഷെ അത് മാത്രം ഇവർ തമ്മിൽ ഫൈറ്റും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബലാൽ ജയിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇയൻഗാരി ഈ ഫൈറ്റ് ഡോമിനൻ്റ് ജയിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ഷോട്ട് കണ്ടൻഷനിൽ വന്ന് ടൈറ്റിൽ ഷോട്ട് പിന്നെ ടൈറ്റിൽ ഷോട്ടാണ്. കാരണം ഇനി അങ്ങനെ സ്റ്റോക്ക് പയ്യെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ ഫൈറ്റിലുണ്ട്. ഫോർ വൺ ദിസ് ഈസ് ടൈറ്റിൽ ഷോട്ട്, ഫോർ അനദർ ഹി ഈസ് ബാക്ക് ഇൻ ദ കണ്ടൻഡർ. കാരണം ഇസ്ലാം തോറ്റു കഴിഞ്ഞാൽ അപ്പോൾ ടൈറ്റിൽ ഷോട്ട് കിട്ടാൻ ഇസ്ലാം എങ്ങനെയും തോക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഇസ്ലാം. കാരണം നമ്മൾ ഈ പ്രൈഡ്സും പിന്നെ മറ്റേ സീനാണ് മൊറാലസ് സീനാണ്, അതൊരു അബ്നോർമാലിറ്റിയാണ്. 196 റൗണ്ടൊക്കെയാണ് ഫൈനലിൽ വന്നത് വിക്കറ്റ് ചെയ്തത്. പക്ഷേ ഈ പ്രൈഡ്സും നമ്മുടെ മൊറാലസും താഴെ ചെന്ന എന്താണെന്ന് നമ്മൊന്ന് ആലോചിച്ചിട്ടുണ്ടാ. ഇസ്ലാം HF എന്ന് പറഞ്ഞ കരടിയുടെ ശക്തിയുള്ള ഒരാൾ പൊക്കത്ത് കയറി ഇറുക്കി കഴിഞ്ഞാൽ എന്താണ് അനങ്ങല്ലാന്നുള്ള കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വല്ല ഐഡിയ ഉണ്ടാ. അനങ്ങാൻ പറ്റില്ല, അവിടെ ഇരുന്ന് കളയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഴുത്തെടുത്തപ്പോൾ നേരെ കഴുത്ത് പിരിച്ചിട്ട് രണ്ടടി അടിച്ചുമ്പോൾ വിടും. ആ മൂടാണ് പുള്ളി. അല്ലെങ്കിൽ കൈ ഒന്ന് പറിച്ചെടുക്കും. കിമൂറയൊക്കെ പുള്ളിയുടെ ഫേവറേറ്റ് ആണ്. ഇപ്പം ഡാർസാണ് ഏറ്റവും ഫേവറേറ്റ്. ബാക്ക് പെർഫെക്റ്റ് ബാക്ക് ചോക്ക് ചെയ്തിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഷെഫ് തോറ്റു. പക്ഷെ ബലാൽ എന്താ ചെയ്യുക അറിയില്ല. ടൈം ഷോപ്പിൽ അതിന് കിട്ടാൻ പോകുന്നത് എന്ത് ജയിച്ചു കഴിഞ്ഞാലും. പക്ഷേ ഗാരി അങ്ങനെയല്ല. ഗാരിക്ക് ഇത് ഡയറക്റ്റ് അഡിഷോട്ടാണ് ജയിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഗാരി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ കുറച്ചുകൂടി യങ്ങർ ഗാരിയാണ്. ഞാൻ ഈ ഫൈറ്റ് ഗാരിക്ക് കൊടുക്കുന്നു. പക്ഷേ ഈ ബലാൽ ഭയങ്കര ബെസ്റ്റ് വെർഷൻ ഓഫ് ബലാൽ ക്യാൻ ബീറ്റ് ഇയൻ ഗാരി. നല്ല കിടിലനായിട്ട് സ്ട്രൈക്കിങ്ങിലൂടെ റെസ്ലിംഗ് സെറ്റ് ചെയ്ത് താഴെ ഇട്ട് കഴിഞ്ഞ് ബലാൽ ജയിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ബലാൽ പ്രീവിയസ് ചാമ്പ്യനെ നമ്മൾ അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് എൻ്റെ ഈ രണ്ട് ഫൈറ്റിൻ്റെ പ്രഡിക്ഷൻസ്. അപ്പോൾ ഒന്ന് കട്ട് അല്ലെങ്കിൽ ഇനി ഓഡിയോ സിങ്ക് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പറ്റൂല, റെൻഡർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അടുത്ത പാർട്ട് ഗൈസ്. അടുത്ത ഞാൻ പറയാൻ പോണത് ബെക്സത്ത് അൽമാങ്കാൻ്റെയും ഇലിയ ടുപ്പൂറിയുടെ ചേട്ടനായ അനിയൻ മൂടാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണെന്നാണ് ഞാൻ കുറേ നാളൊക്കെ ആദ്യമൊക്കെ വിചാരിച്ചത്. പക്ഷെ ചേട്ടനായ അലക്സാണ്ടർ ടുപ്പൂറിയുടെ ഫൈറ്റാണ്. അപ്പോൾ ഗൈസ് അറിയാമല്ല, ഇലിയ ടുപ്പൂറിയുടെ വലങ്കൈ അല്ലെങ്കിൽ ഇലിയ ടുപ്പൂറിയുടെ മെയിൻ കോച്ച്. കാരണം വേറെ ഹെഡ് കോച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇവനാണ് മെയിൻ കോച്ച്. ഇവർ രണ്ടുപേരും ഫസ്റ്റ് ജോർജിയൻ ഗ്രീസി ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. കാരണം എനിക്കറിയാൻ പറ്റിയിട്ട് ഇവരൊക്കെ റെസ്ലിംഗിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ സ്ട്രൈക്കറായി പയ്യെ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചെക്കൻ അലക്സാണ്ടർ ടുപ്പൂറിയ ചിലർ പറഞ്ഞാൽ ഇലിയ ടുപ്പൂറിൻ്റെ അടിപൊളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ബാൻഡം വെയ്റ്റ് ഡിവിഷനിലാണ് പുള്ളിക്ക്. ഇപ്പോൾ ഇതുവരെ നോക്കൗട്ടൊന്നുമില്ല. പക്ഷേ പുള്ളി അത്യാവശ്യം കൊള്ളാം. മൂവ്മെൻ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ഡെബ്യൂട്ട് വെറുതെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഈ പുള്ളിയുടെ അപ്പോണന്റ് അൽമഹാൻ പുള്ളി അത്യാവശ്യം നല്ല സ്ട്രൈക്കിംഗ് ഉള്ളവരാണ്. പിന്നെ അതല്ല, കസക്കിസ്ഥാനിൽ നിന്ന് തന്നെ മിക്കവരും അത്യാവശ്യം നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ഈ ഫൈറ്റ് ഞാൻ അലക്സാണ്ടർ ടുപ്പൂർ ജയിക്കാമെന്ന് ആഗ്രഹിക്കണം. കാരണം ടുപ്പൂറെ ഫസ്റ്റ് ഫൈറ്റ് ഫസ്റ്റ് തന്നെ പുള്ളി ഉമാറിനെ വിളിച്ചാണ്.
ഉമാർ നമ്മുടെ മെരാബിന് ആകെ ഒരു പ്രശ്നം കൊടുത്തേക്കുന്ന ഒരു ഫൈറ്ററാണ്. അപ്പോൾ മെരാബിന്റെ ലെവൽ ഇതാണെങ്കിൽ ഉമാർ ഈ ഒരു ലെവലെങ്കിൽ ഇപ്പം ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് പുള്ളിനെ വിളിച്ചെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇവനൊരു ഹമ്പിള് ലോജിക്കൽ പേഴ്സൺ ആണ്. കാരണം പറഞ്ഞ് ഇരിയറ്റ് പൂറിയെ യൂസ് ചെയ്തതുകൊണ്ട് മാത്രം എന്നെ ഇപ്പം സൈൻ ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്നെ സൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ മാത്രമല്ല പുള്ളി ഇങ്ങനെ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇലിയറ്റിപ്പൂറിന്റെ അതിനെ ചേട്ടനായതുകൊണ്ട് സ്റ്റാർ വാല്യൂ എങ്ങനെയെങ്കിലും ബിൽഡായി റൈഡ് ഷോട്ട് വന്നു കഴിഞ്ഞാൽ മെരാബായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അറിയാൻ പാടില്ല. കാരണം ഇവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണ്. ഇപ്പോൾ ഫൈറ്റ് ശാലിച്ചിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ അലക്സാണ്ടർ പൂരിനെ കുറവ്, പക്ഷേ ഒപ്പോണന്റ് അൽമാഖാൻ സീനാണ് കേട്ടോ. എന്താ സ്ട്രൈക്കിംഗ് ഒക്കെ അല്ലേ. അപ്പോൾ ഇതൊരു സ്ട്രൈക്കിംഗ് മാച്ച് ആയിക്കോളൂ. കാരണം അലക്സാണ്ടർ ടിപ്പൂരിക്ക് 100% ടെക്നോ ഡിഫൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ഗ്രാപ്ലിംഗ് ബേസ് ഉണ്ട്. അപ്പോൾ അതൊരു സ്ട്രൈക്കിംഗ് മാച്ച് ആയിക്കോളൂ. അലക്സാണ്ടർ ടിപ്പൂരിയുടെ ഫൈറ്റേക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പോൾ പക്ഷേ ഞാൻ ഇനി അലക്സാണ്ടർ ടിപ്പൂരിനെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ പൂരിനെ സ്റ്റഡി ചെയ്ത പോലെ സ്റ്റഡി ചെയ്തിട്ടില്ല. സ്റ്റഡി ചെയ്തതിനു ശേഷം പുള്ളി ഈ ഫൈറ്റ് ജയിക്കണമെങ്കിൽ പുള്ളിയുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എന്തായാലും